തൃശ്ശൂർ പാർട്ട് 2 വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാണ് വടക്കുംനാഥ ക്ഷേത്രം. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ നേരെ കിഴക്ക് ഭാഗത്താണ് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ നഗരഹൃദയത്തിലുള്ള ചെറിയ കുന്നായ തെക്കിൻകാട് മൈതാനത്തിൻ്റെ മധ്യത്തിലാണ് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന വടക്കുംനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ പൂരം എക്സിബിഷൻ 2024 അതിപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം വടക്കുംനാഥൻ്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. തൃശ്ശൂർ പൂരം എന്നത് പല പല ക്ഷേത്രങ്ങളിൽ നിന്ന് എഴുന്നള്ളിച്ചു വന്ന ക്ഷേത്ര മൈതാനത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ പാറമേക്കാവ് പൂരം മാത്രമേ നീങ്ങയാണ്. വേറെ ഒരു ഏരിയ, ഒരു വനത്തിൽ കൂടാണ് ഇപ്പം ചിറ്റാറ്. അതാണ് ചിറ്റാറ്. ചിറ്റാറിൽ കൂടെ പോവുകയാണ്. നല്ല രണ്ട് സൈഡിലും കാടാണ്. ഇതാണ് ആതിരപ്പള്ളി അഡ്വഞ്ചർ പാർക്ക്. ഇവിടെ എല്ലാം ആക്ടിവിറ്റീസ് ഉണ്ട്, ഇത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഗാർഡൻ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇപ്പം നമ്മൾ തുമ്പൂർമൊഴി ഗാർഡനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 50 രൂപയാണ് കേട്ടോ അഡൽട്ട്സിന്. ചിൽഡ്രൻ ആണെങ്കിൽ 10 രൂപയും അവിടെ ഉണ്ട്. നമുക്ക് അതുവഴി പോവാം. ഇതാണ് ഡാമല്ലേ? ഇതൊരു ഡാമാണ്. ഓ എൻ്റെ പൊന്നെ, അടിപൊളി. ഇതോ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ് കേട്ടോ. ഇത് തുമ്പൂർമൊഴി. തുമ്പൂർമൊഴിയിൽ നിന്ന് നമ്മൾ ചെല്ലണത്, ഈ പാലിറങ്ങി ചെല്ലണത് എറണാകുളം. ഇവിടുത്തെ ടിക്കറ്റ് അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ എൻ്റെ വരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ബാക്കി ഇവിടെ എല്ലാം നമുക്ക് ഈ ടിക്കറ്റ് കൊണ്ട് കറങ്ങാം. ഓക്കെ, താങ്ക് യു. ഇത് തൃശ്ശൂർ ജില്ലയാണ്, അതിനപ്പുറമുള്ളത് എറണാകുളം ജില്ലയാണ്. അപ്പം ഇത് തുമ്പൂർമൊഴിയാണ്, അപ്പുറത്തേത് ഏഴാറ്റുമുഖമാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റിൽ നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, ഇവിടെ നിന്നുള്ള ടിക്കറ്റിൽ നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ സംഭവം. അപ്പോൾ ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്, നേരെ ചെല്ലുന്നത് എറണാകുളം ജില്ലയിലോട്ടാണ്. വെളച്ചിലെടുക്കല കേട്ടോ ജോനുമോനെ. എറണാകുളം ജില്ലയിൽ നമ്മളെത്തി അല്ലേ? ഇത് എറണാകുളം ജില്ലയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു പാർക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പാർക്ക് കയറണമെങ്കിൽ അവിടെ പോയി പാസ് എടുക്കുക. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ടിക്കറ്റ് വെച്ച് നമുക്കിവിടെ കയറാൻ പറ്റില്ല. പിന്നെ നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ച് നമ്മുടെ ബാക്ക് ടു തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ലയിലേക്ക് നമ്മൾ തിരിച്ചു പോയി നമുക്ക് അവിടെ ഗാർഡൻ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ടിക്കറ്റ് കൊണ്ട് നമുക്ക് അവിടുത്തെ പാർക്കിൽ പോവാം. ജോനുവിൻ്റെ സെക്കൻഡ് എന്താ സസ്പെൻഷൻ ബ്രിഡ്ജ് അല്ലേ? നമ്മുടെ ഹൈദരാബാദ് നമ്മൾ പോയില്ലേ, അവിടെ ഒരു എണ്ണി ചേർത്തായിരുന്നു. ലക്നാവരം സസ്പെൻഷൻ ബ്രിഡ്ജിലായിരുന്നു പോയത്. ഇതാണ് നമ്മുടെ ജോനിൻ്റെ സെക്കൻഡ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് വന്നിട്ടുണ്ട്, ആതിരപ്പള്ളി വാട്ടർഫോളിലോട്ടാണ് നമ്മൾ ഇനിയും പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു പുതിയ ടെക്നിക്കാണ് ഇവർ ഉപയോഗിക്കുന്നത്. നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും ഇവിടെ ഡംപ് ഇരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ബോട്ടിൽ 10 രൂപ കൊടുത്ത് ഒരു ചെറിയൊരു സ്റ്റിക്കർ ഒട്ടിക്കും. പിന്നെ ഈ ബോട്ടിൽ കൊടുക്കുമ്പോൾ നമുക്ക് അവർ ഈ 10 രൂപ തിരിച്ചു തരും. അപ്പം ലിറ്ററിങ് പ്രിവെൻറ്റീവ് ആണ് ഈ ഒരു ടെക്നിക്ക് വെച്ച്. മമ്മി ഓട്ടമാണ്. ഇനി അവിടുത്തെ വെള്ളം എങ്ങാനും തീർന്നു പോയാലോ. മമ്മി ഓടിപ്പോയി കാണാൻ പോകട്ടോ.
ഞാൻ ഇനി എങ്ങനെ തിരിച്ചു കയറുമെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ മമ്മി. ഈ ഒരു ഇറക്കം കണ്ടിട്ട് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇപ്പം? നല്ലൊരു കൂൾ എൻവയോൺമെന്റ് ലൈഫ് നിൽക്കുന്നത് നല്ല രസമുണ്ടല്ലേ ഈ ഒരു ഗ്രീനറിയും. പുറത്തൊക്കെ നല്ല ചൂടായിരിക്കും, പക്ഷെ അകത്തൊരു നല്ലൊരു കൂൾ ക്ലൈമറ്റ്. അയ്യോ ഹ്യൂമിഡാ, ബട്ട് ഇസ് ഗുഡ്. പിന്നെ ഈ ഒത്തിരി കാട്ടിലത്തെ ഒരു വിട്ടിന്റെ ശബ്ദവും ചീവീടിന്റെ സൗണ്ട് കേൾക്കാം. പിന്നെ അതുപോലെ ആ വെള്ളത്തിന്റെ വാഴച്ചാൽ വാട്ടർഫോളിന്റെ ഒരു സൗണ്ട് ഇവിടെ കേൾക്കാം. പക്ഷെ നമുക്കിവിടെ ഒത്തിരി നടക്കാനുണ്ടല്ലേ. ഇവിടെ സൈഡിലായിട്ട് ഒരു ഷോപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ വാങ്ങിക്കാൻ, ജ്യൂസസ് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അതിരപ്പള്ളിയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനിയും നമുക്ക് താഴോട്ട് കുത്തനെ ഇറക്കാണ് കേട്ടോ. അല്ല, ഇതിന്റെ വാട്ടർഫോൾ എവിടെ? കണ്ടോ ഷുഗറുകാർ ഐസ്ക്രീം കഴിക്കുന്ന ഐസ്ക്രീം ഇഷ്ടമേ അല്ല. നമുക്കെന്താ വേണ്ടത്? എനിക്ക് ഐസ്ക്രീമേ ഇഷ്ടമല്ല. താഴെ എന്താണെന്ന് നോക്കിയിട്ട് വരാം. എങ്ങനെ പോയി? ഇതിനകത്തങ്ങ് ഇറങ്ങിയോ? ഇതിന് വെള്ളം ഇങ്ങനെയൊന്നല്ല, കയറി കിട്ടിയിട്ടില്ലേ? ഒപ്പത്തിനൊപ്പം വെള്ളം വരും. മക്കളുള്ളത് 2 മക്കളായി. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു കുടിൽ പോലെ കണ്ടോ? അപ്പോൾ അത് ഈ സെക്യൂരിറ്റികൾക്കൊക്കെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് എത്ര വെള്ളം വന്നാലും അത് പോവില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ. ഇനി നമുക്ക് താഴേക്കാണ് പോകുന്നത്. നിങ്ങൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ആളുകളെ കാണാം. അപ്പോൾ അവിടെ വരെയാണ് നമുക്കിനി പോകാനുള്ളത്. ഇത് സ്റ്റാർട്ടിങ് പോയിന്റ് മാത്രമാണ്. എൻ്റെ കുരങ്ങന്മാരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ കുരങ്ങന്മാരുണ്ട്. നമ്മളിനി ഇതുവഴിയാണ് വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകാനുള്ളത്. വേണ്ട വേണ്ട, ഇവിടെ നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങി പോകണം കേട്ടോ. ഇതുവഴി വേലിയുണ്ട്. ഇതുവഴി അങ്ങ് ചെന്നാലേ നമുക്ക് അവിടെ എത്തത്തുള്ളൂ. അപ്പം മമ്മിയുണ്ട് കൂടെ. ഇല്ല, ജോനു, നിന്റെ അമ്മ നിന്നെ എടുത്തോണ്ട് പോന്നറാ. ഇവ 2 മിനിറ്റ് മുമ്പേ കേട്ടോ എൻ്റെ ഇപ്പോൾ എടുത്ത. എൻ്റെ വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ റെക്കോർഡ് ചെയ്യുന്നത്. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ ഈ വീഡിയോ എടുക്കുന്നത്, അല്ലാതെ സ്നേഹം ഉള്ളതുകൊണ്ടല്ല. വേറെ വേണ്ട വേണ്ട, അമ്മ എന്നെ എടുക്കേണ്ടതാണ്. നമ്മളെത്തി. അതെ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഞാനേ കണ്ടുള്ളൂ. അതിരപ്പള്ളി ഞാൻ കണ്ടില്ല. നമ്മുടെ ഡെസ്റ്റിനേഷൻ അതിരപ്പള്ളി. നമ്മുടെ ബാഹുബലി ഷൂട്ട് ഇവിടെ അപ്പോൾ അതിരപ്പള്ളി വാട്ടർഫോൾസ് നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ, അതായത് നല്ല റെയിനി സീസണിൽ, അതായത് നല്ല മഴ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടവരുണ്ടെങ്കിൽ ഇതെങ്ങും ഒന്നും അല്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് വലിയ മഴ ഇല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വെള്ളമേ ഉള്ളൂ. പാറകൾ ചാടി ചാടി വാ അമ്മ അങ്ങോട്ട് നോക്കാം. അപ്പോൾ ഇതിനടുത്ത് തന്നെയുള്ള വാട്ടർഫോളാണ് വാഴച്ചാൽ വാട്ടർഫോളാണ്. അപ്പോൾ അത് അങ്ങോട്ടാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പോകുന്നത്.
അപ്പോൾ ആതിരപ്പള്ളി വാട്ടർഫോൾസ് നമുക്ക് കാണാൻ വേണ്ടി നമുക്ക് ടിക്കറ്റ് റേറ്റ് നമ്മൾ കൊടുത്തായിരുന്നല്ലോ ഓൾറെഡി. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ പാസ് തന്നെ നമുക്ക് ഇവിടെ വാഴച്ചൽ വാട്ടർഫോളിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് വീണ്ടും ഒരു പാസ് എടുക്കണം. ബിസ്ക്കറ്റ് കിട്ടിയല്ലേ? ആരാ തന്നേ? ഏതാൻ്റെ തന്നേ? വാവ്. ജൂണു അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ രാത്രിയിൽ താമസിക്കാൻ പോയത് അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അശ്വിൻ എന്നാണ് വരെ കേട്ടോ. അപ്പോൾ അശ്വിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ചെയ്തത്. സ്റ്റാർവിനെ ഒരു സ്റ്റാർ ആക്കണം അല്ലേ നമുക്ക്. നമ്മുടെ ജോലിന് ഇപ്പം സ്റ്റാർവിൻ്റെ കൂടെ അങ്ങ് പോയാൽ മതി. വില്ലനോ? നമ്മൾ ചപ്പാത്തി വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ നടക്കുമോ? അപ്പത്തേക്ക് ഫേസ് പൊത്തി പിടിക്കുന്നത്. ആൻറ്റി ഒരു മെഷീൻ കൂടെ നോക്കൂ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.